രക്തസാക്ഷികളുടെ ചോര വീണ് നനഞ്ഞ മണ്ണിൽ നിന്നാണ് ക്രൈസ്തവ വിശ്വാസത്തിന്റെ വിത്ത് മുളച്ചു പൊന്തിയതും പിന്നെ വളർന്ന് പന്തലിച്ചതും. ഇന്നലെ പെയ്ത മഴയിൽ പൊട്ടിമുളച്ചതല്ല കത്തോലിക്ക സഭ. നിരന്തര പോരാട്ടങ്ങൾ, അതിജീവനങ്ങൾ, അതിന്റെ ബാക്കി പത്രമാണ് ഇന്ന് കാണുന്ന വിധത്തിലുള്ള സുസംഘടിതവും ക്രമഭംഗിയുമുള്ള കത്തോലിക്ക സഭ. പ്രതിസന്ധികളെ തുഴഞ്ഞു മാറ്റി വിശ്വാസത്തിന്റെ തീരത്തെത്താൻ നമ്മെ സഹായിക്കുന്ന ചില പുനർജീവനത്തിന്റെ വാർത്തകളും വിശേഷങ്ങളുമായി ഇതാ വീണ്ടും റിവൈവൽ ന്യൂസ്. എല്ലാ പ്രേക്ഷകർക്കും റിവൈവൽ ന്യൂസിലേക്ക് സ്വാഗതം. ക്രൈസ്തവരുടെ നിലയ്ക്കാത്ത നിലവിളികളാലാണ് നൈജീരിയയിൽ ഓരോ ദിവസവും പുലരുന്നത്. തോരാത്ത കണ്ണീരുമായി അവർ ഉറങ്ങാൻ പോകുന്നു. രാത്രികളിൽ പോലും ദുസ്വപ്നങ്ങൾ വന്ന് അവരുടെ ഉറക്കം അപഹരിക്കുന്നു. ഇതാ ആ പതിവ് ഇന്നും തെറ്റുന്നില്ല. നൈജീരിയയിൽ നിന്നുള്ള ഈ ആഴ്ചയിലെ ഒരു വാർത്ത എങ്ങനെയാണ്? നൈജീരിയയിൽ വീണ്ടും ക്രൈസ്തവർക്കെതിരെ ഇസ്ലാമിക ഭീകരാക്രമണം. നൈജീരിയയിലെ കഡുന സംസ്ഥാനത്തുള്ള ക്രൈസ്തവ ഗ്രാമത്തിന് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ 8 കുട്ടികളടക്കം 30ഓളം പേർ കൊല്ലപ്പെട്ടു. തെക്കൻ കഡുനയിൽ സ്ഥിതി ചെയ്യുന്ന നരിഡോൺ ഗ്രാമത്തിലാണ് ഇസ്ലാമിക് ഭീകരരെന്ന് സംശയിക്കുന്നവർ ക്രൂരമായ ആക്രമണം അഴിച്ചുവിട്ടത്. ഞായറാഴ്ച രാത്രിയാണ് ആയുധധാരികളായ അക്രമികൾ ഗ്രാമത്തിലേക്ക് ഇരച്ചുകയറിയത്. തുടർന്ന് ഗ്രാമവാസികൾക്ക് നേരെ ഇവർ വെടിയുതിർക്കുകയും വീടുകൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും തീയിടുകയും ചെയ്തു. മണിക്കൂറുകളോളം നീണ്ടുനിന്ന താണ്ഡവത്തിൽ സ്ത്രീകളും കുട്ടികളും പ്രായമായവരും കൊല്ലപ്പെട്ടു. ഗ്രാമത്തിന്റെ ഭൂരിഭാഗവും അക്രമികൾ അഗ്നിക്കിരയാക്കി. ആക്രമണ വിവരം സ്ഥിരീകരിച്ച ഗ്രാമപ്രതിനിധി ദോഗോണ്ടാണ ഗുരുതരമായി പരിക്കേറ്റ 4 പേർ ചികിത്സയിലാണെന്നും മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നും പറഞ്ഞു. ഒരു കുടുംബത്തിലെ 5 കുട്ടികളാണ് ഒറ്റ രാത്രി കൊണ്ട് കൊല്ലപ്പെട്ടത്. ഈ കുടുംബത്തിൽ അവശേഷിച്ച ഒരേയൊരു കുട്ടി ഗുരുതരാവസ്ഥയിൽ ജീവനു വേണ്ടി പോരാടുകയാണ്. കൊല്ലപ്പെട്ടവരെല്ലാം ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ടവരാണെന്ന് പ്രാദേശിക ക്രൈസ്തവ നേതാക്കളും ഗ്രാമവാസികളും സ്ഥിരീകരിച്ചു. അന്തർദേശീയ ഇടപെടലുകൾ ഉണ്ടായിട്ടും നൈജീരിയയിൽ ക്രൈസ്തവ ഗ്രാമങ്ങൾക്ക് നേരെ നടക്കുന്ന അക്രമങ്ങൾ അന്തമില്ലാതെ തുടരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അതെ, അന്തമില്ലാത്ത വിധത്തിൽ നൈജീരിയയിൽ ക്രൈസ്തവർക്ക് നേരെ ആക്രമണങ്ങൾ നടക്കുന്നു. പക്ഷേ നിലവിളികൾക്ക് തിരിച്ചെടുക്കാൻ കഴിയാത്ത വിധത്തിലാണ് അവരുടെ വിശ്വാസം വർദ്ധിച്ചിരിക്കുന്നതും. സഭ വളരുന്നത് എങ്ങനെയെന്ന് ലോകത്തിന് വ്യക്തമാക്കി കൊടുക്കാൻ നൈജീരിയയിലേക്ക് വിരൽ ചൂണ്ടിയാൽ മതി. കാരണം ക്രൈസ്തവ വിശ്വാസം ഉപേക്ഷിക്കാൻ അവർ ചെറുതായി മൂളിയാൽ പോലും അവർക്ക് കിട്ടുന്നത് സ്വസ്ഥവും സമാധാനവും സമ്പത്തും നിറഞ്ഞ ഒരു ജീവിതമാണ്. പക്ഷെ ആ ജീവിതം വേണ്ടെന്ന് വെച്ചിട്ട് അവർ വിശ്വാസം മുറുകെ പിടിക്കുന്നുണ്ടെങ്കിൽ നമ്മളിൽ പലർക്കും അറിഞ്ഞുകൂടാത്ത എന്തോ ഒരു രഹസ്യം നൈജീരിയയിലെ ക്രൈസ്തവർക്കുണ്ട് എന്നത് സംശയമില്ലാത്ത കാര്യമാണ്. ഇത്തരത്തിലുള്ള വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ അക്ഷീണ പരിശ്രമം നടത്തുന്ന ഒരു കൂട്ടരെ കുറിച്ചുള്ള വാർത്ത ഇതോട് ചേർത്ത് പറയേണ്ട ഒന്നാണ്. യുവജനങ്ങളിലാണ് സഭയുടെ കരുത്തും പ്രതീക്ഷയും. യുവജനങ്ങൾ വാടിപ്പോയാൽ സഭയും വാടും. യുവജനങ്ങൾ വ്യാപരിക്കുന്ന എല്ലാ മേഖലകളിലും ക്രൈസ്തവ വിശ്വാസം എത്തിക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ക്രിസ്തുവിനെ അറിയാതെ പോകുന്നതാണ് യുവജനങ്ങൾ ഇക്കാലത്ത് നേരിടുന്ന ഏറ്റവും വലിയ വേദന. കായികരംഗത്തിലൂടെ യുവതലമുറയിലേക്ക് ക്രിസ്തീയ സന്ദേശമെത്തിച്ച് അമേരിക്കയിലെ ജോർജിയയിൽ വൻ സുവിശേഷ റാലി സംഘടിപ്പിച്ചു. കായികക്ഷമതയ്ക്കൊപ്പം ആത്മീയ മൂല്യങ്ങളും വിദ്യാർത്ഥികളിലേക്ക് പകർന്നു നൽകാൻ ലക്ഷ്യമിട്ടാണ് ജോർജിയയിലെ ഹാസൽഹേഴ്സ്റ്റ് ഫസ്റ്റ് ബാപ്റ്റിസ്റ്റ് ചർച്ചും സ്ട്രെങ്ത് ഓഫ് എ ചാമ്പ്യൻ മിനിസ്ട്രിയും ചേർന്ന് നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് സംഘടിപ്പിച്ചത്. ജോർജിയയിലെ 6 കൗണ്ടികളിൽ നിന്നുള്ള മിഡിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികളും കായിക പരിശീലകരും സംഗമത്തിൽ പങ്കെടുത്തു. സംഗമത്തിൽ പങ്കെടുത്ത 120ഓളം വിദ്യാർത്ഥി കായിക താരങ്ങൾ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച് ക്രിസ്തുവിശ്വാസത്തിലേക്ക് കടന്നുവന്നതായി സംഘാടകർ അറിയിച്ചു. ദൈവവചന പ്രഘോഷണവും സൗഹൃദ കൂട്ടായ്മയും നടന്ന വേദി ആദിമ ക്രൈസ്തവ സമൂഹത്തെ പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു. കായികരംഗം സുവിശേഷ പ്രഘോഷണത്തിനുള്ള മികച്ച മാധ്യമമാണെന്നും യുവതലമുറയെ ശരിയായ ദിശയിലേക്ക് നയിക്കാൻ പരിശീലകർക്ക് വലിയ പങ്ക് വഹിക്കാനാകുമെന്നും പ്രമുഖ മുൻ NFL താരം ജേക്ക് ഫ്രോം തന്റെ പ്രസംഗത്തിൽ ഓർമ്മപ്പെടുത്തി. ദൈവരാജ്യ വ്യാപ്തിക്കും ക്രിസ്തീയ സന്ദേശം വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്നതിനുമായി സഭ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഈ റാലിയെന്ന് പാസ്റ്റർ ബ്രാഡ് വാട്ടേഴ്സ് വ്യക്തമാക്കി. ക്രിസ്തുവിനെ സ്വീകരിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും ബൈബിളുകൾ വിതരണം ചെയ്തതായും ഇവരുടെ ആത്മീയ വളർച്ച ഉറപ്പാക്കാൻ സഭയുടെ നേതൃത്വത്തിൽ തുടർന്നുള്ള പരിശീലനങ്ങൾ നൽകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. കായിക രംഗത്തെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഉജ്ജ്വല മാതൃകകൾ അടുത്ത കാലത്തായി നാം കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഫിഫ ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിൽ വരെ നാം അത് കണ്ടു. എത്രയോ മഹത്തായ ജീവിതങ്ങൾ, ഹൃദ്യമായ വിശ്വാസ സാക്ഷ്യങ്ങൾ, മറ്റുള്ളവരുടെ വിശ്വാസങ്ങൾ നമ്മെ സ്വയം തിരിച്ചറിവിലേക്കും കൂടുതൽ ദൈവാനുഭവത്തിലേക്കും നയിക്കുന്നവയായി മാറട്ടെ. മെഡ്ജുഗോറിയ എന്ന വാക്ക് തന്നെ മരിയ ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വൈകാരികമായ ഒന്നാണ്.
കാരണം മാതാവ് പ്രത്യക്ഷപ്പെട്ടതെന്ന് വിശ്വസിക്കുന്ന മണ്ണാണ് ഇത്. 1981 ജൂൺ 24 ഇവിടെ 6 കൗമാരക്കാർക്ക് പരിശുദ്ധ അമ്മയുടെ ദർശനം ഉണ്ടായത്. അന്ന് തൊട്ട് ഇന്ന് വരെ ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് തീർത്ഥാടകരാണ് മെഡ്ജുഗോറിയിലേക്ക് തീർത്ഥാടനം നടത്തുന്നത്. തീരെ ചെറിയൊരു ഗ്രാമമായ മെഡ്ജുഗോറി ലോകമെങ്ങും അറിയപ്പെടുന്ന സ്ഥലമായി മാറിയത് അങ്ങനെയാണ്. പക്ഷെ കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് കേട്ട വാർത്ത നമ്മുടെ ഹൃദയം പിളർക്കുന്നതായിരുന്നു. മെഡ്ജുഗോറിയയിൽ നടന്ന അക്രമ സംഭവങ്ങൾക്ക് പിന്നാലെ ആരാധനാ സ്ഥലങ്ങൾ മണിക്കൂറുകൾക്കുള്ളിൽ പുനരുദ്ധരിച്ച് സഭാ അധികൃതരും സന്നദ്ധ പ്രവർത്തകരും. സംഭവത്തിൽ 31-കാരനായ പോളിഷ് പൗരനെ മിനിറ്റുകൾക്കുള്ളിൽ ബോസ്നിയൻ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ആക്രമണത്തിന് പിന്നിലെ കാരണത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം തുടരുകയാണ്. ബർത്തലോമി വോൾസ്മിയറസ് ക്രാക്കോവിയാക് എന്ന 31 വയസ്സുകാരനായ പോളിഷ് പൗരനാണ് ഈ ആക്രമണത്തിന് പിന്നിൽ. അതേസമയം വരും ദിവസങ്ങളിൽ 10,000-കണക്കിന് യുവാക്കൾ പങ്കെടുക്കുന്ന അന്താരാഷ്ട്ര യൂത്ത് ഫെസ്റ്റിവലായ മാൽഡിഫെസ്റ്റ് നടക്കാനിരിക്കെയാണ് ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ മെഡ്ജുഗോറിയയിൽ അരങ്ങേറിയത്. സംഭവത്തിന് ശേഷം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇടവകയിലെ യുവാക്കളും സെനക്കാളോ സമൂഹത്തിലെ സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപങ്ങൾ പൂർവ്വസ്ഥിതിയിലാക്കി. ദേവാലയവും പരിസരവും സന്നദ്ധ പ്രവർത്തകർ ചേർന്ന് ശുചീകരിക്കുകയും പൂർവ്വസ്ഥിതിയിലാക്കുകയും കേടുപാടുകൾ സംഭവിച്ച ഔട്ട്ഡോർ അൾത്താര അതിവേഗം അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി സായാഹ്ന പ്രാർത്ഥനകൾക്കായി സജ്ജമാക്കുകയും ചെയ്തു. ആക്രമണത്തിനെതിരെ പ്രാർത്ഥനയും പ്രായശ്ചിത്ത ശുശ്രൂഷകളുമായി മെഡ്ജുഗോറ ഇടവക രംഗത്തെത്തിയിരുന്നു. അക്രമിയുടെ അനുരഞ്ജനത്തിനായി പ്രാർത്ഥിക്കുവാനും മെഡ്ജുഗോറ ഇടവക വിശ്വാസികളോട് ആഹ്വാനം ചെയ്തു. അവിശ്വാസവും അസഹിഷ്ണുതയും കൂടിച്ചേരുമ്പോഴാണ് ദേവാലയങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നത്. ലോകമെങ്ങും ദേവാലയങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളിൽ ഏറ്റവും ഒടുവിലത്തേതാണ് മെഡ്ജുഗോറിയിൽ സംഭവിച്ചത്. പക്ഷേ ആ ആക്രമണങ്ങളോട് പോലും ക്രിസ്തീയമായിട്ടായിരുന്നു ദേവാലയ അധികാരികൾ പ്രതികരിച്ചത് എന്നതാണ് ശ്രദ്ധേയം. ഇതാണ് ക്രിസ്തീയത. വാളെടുക്കുന്നവന് നേരെ വാൾ ഓങ്ങുന്നവനല്ല ക്രിസ്ത്യാനി. പക്ഷേ ക്രൈസ്തവരുടെ ഈ സഹിഷ്ണുതയും സമാധാന പ്രവണതയും ചിലരെങ്കിലും ചൂഷണം ചെയ്യുകയും വളമാക്കുകയും ചെയ്യുന്നു എന്നതാണ് ഖേദകരം. മെഡ്ജുഗോറിയിൽ നടന്ന അസഹിഷ്ണുതയുടെ മറ്റൊരു രൂപം അരങ്ങേറിയതിന്റെ വാർത്തയിലേക്ക് ഇനി നമുക്ക് പോകാം. ക്രിസ്തുവിന്റെ സന്ദേശത്തിന് നേരെ കണ്ണുകൾ അടയ്ക്കുകയും കാതുകൾ പൂട്ടുകയും ചെയ്തിരിക്കുന്ന ഒരു രാജ്യം ഇറാൻ. ഏത് വിധേനയും ക്രിസ്തു സന്ദേശത്തെ ഇല്ലായ്മ ചെയ്യാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നവരാണ് ഇവർ. ഇറാന്റെ ഭരണാധികാരികളുടെ ചെയ്തികൾ നമ്മോട് പറയുന്നത് ഇക്കാര്യമാണ്. ക്രൈസ്തവ സന്ദേശങ്ങൾക്കെതിരെ ഇറാൻ ഭരണകൂടം ചെയ്യുന്ന നെറുകേടുകൾ ഇനി കേട്ടുനോക്കൂ. ഇറാന്റെ ഔദ്യോഗിക ഭാഷയായ പേർഷ്യൻ ഭാഷയിൽ പ്രവർത്തിക്കുന്ന ക്രൈസ്തവ സാറ്റലൈറ്റ് TV ചാനലുകളുടെ സംരക്ഷണം ഇറാൻ ഭരണകൂടം വ്യാപകമായി തടസ്സപ്പെടുത്തുന്നതായി റിപ്പോർട്ട്. രാജ്യത്തിനുള്ളിൽ ക്രൈസ്തവ സന്ദേശങ്ങളും സുവിശേഷവും പ്രചരിക്കുന്നത് തടയുന്നതിന്റെ ഭാഗമായാണ് ഇന്റർനാഷണൽ സാറ്റലൈറ്റ് തരംഗങ്ങളെ തടസ്സപ്പെടുത്തുന്ന സാങ്കേതിക വിദ്യകൾ ഇറാൻ ഉപയോഗിക്കുന്നത്. SAT-7 പാർട്സ് ഉൾപ്പെടെയുള്ള മുൻനിര ക്രൈസ്തവ പേർഷ്യൻ ചാനലുകളാണ് ഈ നീക്കത്തിന് പ്രധാനമായും ഇരയായത്. സാറ്റലൈറ്റ് ഉപഗ്രഹങ്ങളിൽ നിന്നുള്ള സിഗ്നലുകളെ കൃത്രിമ തരംഗങ്ങൾ വഴി തടസ്സപ്പെടുത്തുന്ന ജാം സാങ്കേതിക വിദ്യയാണ് ഇറാനിയൻ അധികാരികൾ ഉപയോഗിക്കുന്നത്. മധ്യപൂർവേഷ്യയെ മുഴുവൻ ബാധിക്കുന്ന രീതിയിൽ ഉപഗ്രഹങ്ങളെ നേരിട്ട് തടസ്സപ്പെടുത്താതെ ഇറാനിലേക്ക് മാത്രം പോകുന്ന ചാനലുകളെ ലക്ഷ്യമിട്ട് ബ്ലോക്ക് ചെയ്യുവാനുള്ള ഒരു പുതിയ സാങ്കേതികവിദ്യ ഭരണകൂടം കണ്ടെത്തിയിരിക്കുന്നു എന്നത് തികച്ചും വിചിത്രമായ കാര്യമാണ് എന്ന് SAT-7 ഇന്റർനാഷണൽ CEO ടെറി അസ്കോട്ട് വെളിപ്പെടുത്തി. സാറ്റലൈറ്റ് TV പ്രക്ഷേപണം 24 മണിക്കൂറും പൂർണ്ണമായി തടസ്സപ്പെടുത്തുവാൻ ഭരണകൂടത്തിന് സാധിക്കുന്നില്ലെന്നും ചില സമയങ്ങളിൽ ജനങ്ങൾക്ക് പ്രോഗ്രാമുകൾ കാണുവാൻ സാധിക്കുന്നുണ്ടെന്നും SAT-7 സ്ഥാപനം കൂടിയായ അസ്കോട്ട് നിരീക്ഷിച്ചു. ഇത്തരം വലിയ മാറ്റങ്ങൾക്കിടയിലൂടെ കടന്നുപോകുന്ന ജനങ്ങൾ മുമ്പത്തേക്കാളും ക്രിസ്തുവിന്റെ സുവിശേഷത്തെ സ്വീകരിക്കുവാൻ തയ്യാറുള്ളവരായി മാറിയേക്കാം, അദ്ദേഹം മിഷൻ നെറ്റ്വർക്ക് ന്യൂസിനോട് പങ്കുവച്ചു. ഇറാനിൽ ഔദ്യോഗികമായി പേർഷ്യൻ ഭാഷയിൽ ആരാധന നടത്തുവാൻ പള്ളികൾക്ക് അനുമതിയില്ല. അതിനാൽ ആളുകൾ വീടുകളിൽ രഹസ്യമായി ഒത്തുചേരുന്ന ഹൗസ് ചർച്ചിലാണ് പങ്കാളികളാകുന്നത്. ഇത്തരം സാഹചര്യത്തിൽ സാറ്റലൈറ്റ് ചാനലുകളാണ് ആളുകൾ പ്രധാന ആത്മീയ സ്രോതസ്സായി കണ്ടെത്തുന്നത്. ഇത് മനസ്സിലാക്കിയതിനെ തുടർന്നാവാം ഇറാനിയൻ ഭരണകൂടം ചാനലുകളുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്നതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചത് എന്നാണ് അനുമാനം. സാറ്റലൈറ്റ് TVകൾ തടസ്സപ്പെടുത്തുന്നതിന് പുറമെ രാജ്യത്ത് ഇന്റർനെറ്റ് സേവനങ്ങളും മൊബൈൽ SMS സംവിധാനങ്ങളും ഭരണകൂടം വിച്ഛേദിച്ചിട്ടുണ്ടെന്ന് അസ്കോട്ട് പറഞ്ഞു. സാധ്യമായ വിധത്തിലെല്ലാം ഭരണകൂടം ക്രൈസ്തവ സന്ദേശത്തെ തുടച്ചു നീക്കാൻ ശ്രമിക്കുമ്പോഴും ഇറാനിൽ ക്രൈസ്തവ വിശ്വാസം ആഴപ്പെട്ടു വരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അധികാരികൾക്ക് മാധ്യമങ്ങളെ നിരോധിക്കാം, പത്രവും ഇന്റർനെറ്റും ടെലിവിഷനും എല്ലാം. പക്ഷെ നിരോധിക്കാൻ കഴിയാത്തത് പലതുമുണ്ട്. ആ വഴിയാണ് ഇപ്പോൾ ഇറാനെ ക്രിസ്തീയവൽക്കരിക്കാൻ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഏതാണ് ആ വഴിയെന്നല്ലേ? സ്വപ്ന ദർശനങ്ങൾ. സ്വപ്നങ്ങളിലൂടെ ദർശനം നൽകി ക്രിസ്തു ഇറാനിലെ അനേകരെ തന്നിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന വാർത്ത സുവിശേഷവൽക്കരണത്തിന് പുതിയൊരു തുടക്കം കുറിച്ചിരിക്കുകയാണ്. അത് നമുക്ക് നൽകുന്ന പ്രതീക്ഷകൾ ചെറുതുമല്ല. ബലി അർപ്പിച്ചു തീരും മുൻപേ ബലിവേദിയിൽ യാഗമായി തീർന്ന
ഒരു വന്യവൈദികൻ. ഫാദർ ഹാമലിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴെല്ലാം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന വ്യക്തമായ ചിത്രം അതാണ്. ക്രൈസ്തവ രക്തസാക്ഷിത്വത്തിന്റെ ആധുനിക മുഖമാണ് ഫാദർ ഹാമൽ. ഹാമലിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ ആദരവോടെ തലകുനിച്ച് നമുക്ക് ആ വാർത്തയിലേക്ക് കടക്കാം. ഫ്രാൻസിൽ വിശുദ്ധ കുർബാന അർപ്പണത്തിനിടെ ഇസ്ലാമിക ഭീകരവാദികൾ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ഫാദർ ജാക്വസ് ഹാമലിന്റെ ദാരുണാന്ത്യത്തിന് 10 വർഷം തികഞ്ഞിരിക്കെ അനുസ്മരണവുമായി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോൺ വെറുപ്പിനെ തിരസ്കരിക്കുകയും സാഹോദര്യവും പ്രത്യാശയും ഉൾക്കൊള്ളുകയും ചെയ്ത വ്യക്തിയായതുകൊണ്ടാണ് ഫാദർ ഹാമൽ ആക്രമിക്കപ്പെട്ടതെന്ന് പ്രസിഡന്റ് എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ പ്രസ്താവിച്ചു. ഫാദർ ജാക്വസ് ഹാമലിനെ നാം മറന്നിട്ടില്ല. 10 വർഷം മുൻപ് ഇതേ ദിവസമാണ് 2 ഇസ്ലാമിസ്റ്റ് ഭീകരർ അദ്ദേഹത്തെ ഭീരുത്വത്തോടെ കൊലപ്പെടുത്തിയത്. വെറുപ്പിനെ തിരസ്കരിക്കുകയും സാഹോദര്യവും പ്രത്യാശയും ഉൾക്കൊള്ളുകയും ചെയ്ത വ്യക്തിയായതുകൊണ്ടാണ് ഫാദർ ഹാമലിനെ തീവ്രവാദികൾ ലക്ഷ്യമിട്ടത്. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവർക്കും ഇടവകാംഗങ്ങൾക്കും ഫ്രാൻസിലെ എല്ലാ കത്തോലിക്ക വിശ്വാസികൾക്കും രാഷ്ട്രത്തിന്റെ സാഹോദര്യപൂർണമായ ആശംസകൾ നേരുകയാണെന്നും മാക്രോൺ തന്റെ കുറിപ്പിൽ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നമുക്കുമേൽ ഒരു കടമ ചുമത്തുന്നുണ്ട്. ജനാധിപത്യം ഉറപ്പു നൽകുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന മനസാക്ഷിയുടെ സ്വാതന്ത്ര്യത്തെ മടുപ്പില്ലാതെ സംരക്ഷിക്കാൻ അത് നമ്മെ പ്രേരിപ്പിക്കുന്നു. ഇസ്ലാമിസ്റ്റ് ഭീകരതയ്ക്ക് മുൻപിൽ ഫ്രാൻസ് ഒറ്റക്കെട്ടായി നിലകൊള്ളുന്നു. അതിന്റെ അടിസ്ഥാന മൂല്യങ്ങളോട് വിശ്വസ്തത പുലർത്തുന്നു. നമ്മെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്ക് മുന്നിൽ ഒട്ടും വഴങ്ങില്ല എന്ന് നിശ്ചയിച്ചുറപ്പിച്ചിരിക്കുകയാണെന്നും മാക്രോൺ പ്രസ്താവിച്ചു. 2016 ജൂലൈ 26 നോർമണ്ടയിലെ ദേവാലയത്തിൽ വിശുദ്ധബലി അർപ്പിച്ചുകൊണ്ടിരിക്കെയാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് അനുഭാവികളായ ആദേൽ ഘർമിച്ചെ, അബ്ദേൽ മാലിക് പെറ്റിജീൻ എന്നീ യുവാക്കൾ 85 വയസ്സുകാരനായ ഫാദർ ജാക്വസ് ഹാമലിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. വത്തിക്കാനിൽ ഫാദർ ജാക്വസ് ഹാമലിന്റെ സ്മരണയ്ക്കായി അർപ്പിച്ച വിശുദ്ധബലിക്ക് ശേഷം ഫ്രാൻസിസ് പാപ്പ അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ട ഫാദർ ജാക്വസ് ഹാമൽ എന്ന് അഭിസംബോധന ചെയ്തിരുന്നു. ക്രിസ്തുവിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചവരൊന്നും കാല യവനികയ്ക്കുള്ളിൽ മറയുന്നില്ല. അവരുടെ ഓർമ്മകൾ ഒരിക്കലും അസ്തമിക്കുന്നുമില്ല. ഫ്രാൻസിന്റെ ക്രൈസ്തവ വിശ്വാസ വളർച്ചയിൽ ഫാദർ ഹാമലിന്റെ രക്തസാക്ഷിത്വം പുതിയൊരു ഏടായിരിക്കും തീർച്ച. ക്രിസ്തുവിലേക്ക് അടുക്കാൻ പ്രായം തടസ്സമാണോ? ഒരിക്കലുമല്ല. ജീവിതത്തിന്റെ പല പല ഘട്ടങ്ങളിലൂടെ കടന്നുപോയി ഒടുവിൽ യഥാർത്ഥ സത്യം തിരിച്ചറിഞ്ഞപ്പോൾ അതിനെ ആശ്ലേഷിച്ച ഈ ജീവിത സാക്ഷ്യം നമ്മെ തീർച്ചയായും അത്ഭുതപ്പെടുത്തും. 98-ാം വയസ്സിൽ കത്തോലിക്ക സഭയിൽ അംഗമായി 2ാം ലോക മഹായുദ്ധത്തിലെ വെറ്ററൻ സൈനികൻ, അമേരിക്കയിലെ അരിസോണയിൽ നിന്നുള്ള റെയ്മണ്ട് റേ മാർട്ടിൻ സീനിയർ എന്ന പോലീസുകാരനാണ് ജീവിത സായാഹ്നത്തിൽ മാമോദീസ സ്വീകരിച്ച് കത്തോലിക്ക സഭാംഗമായി തീർന്നത്. അന്തരിച്ച കത്തോലിക്ക വിശ്വാസിയായ ഭാര്യയുടെ ഓർമ്മകളും പ്രാർത്ഥനകളുമാണ് 98-ാം വയസ്സിൽ തന്നെ സഭയിലേക്ക് നയിച്ചതെന്ന് അദ്ദേഹം പറയുന്നു. 2ാം ലോക മഹായുദ്ധത്തിൽ ഒക്കിനാവയിലും ഫിലിപ്പീൻസിലും പോരാടുകയും പിന്നീട് 27 വർഷക്കാലം ഇല്ലിനോസിയിൽ പോലീസ് ഉദ്യോഗസ്ഥനായി സേവനമനുഷ്ഠിക്കുകയും ചെയ്ത വ്യക്തിയാണ് റെയ്മണ്ട് മാർട്ടിൻ. അന്തരിച്ച ഭാര്യ ആൻമേരിയുടെ തീക്ഷ്ണമായ ക്രൈസ്തവ ജീവിതമാണ് റൈമണ്ടിനെ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് ആകർഷിച്ചത്. ഭാര്യയോടൊപ്പം പതിവായി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും ജപമാല ചൊല്ലുകയും ചെയ്തിരുന്നുവെങ്കിലും അദ്ദേഹം മാമോദീസ സ്വീകരിച്ചിരുന്നില്ല. അടുത്തിടെയുണ്ടായ പക്ഷാഘാതത്തെ തുടർന്ന് കത്തോലിക്ക സഭയിൽ ചേരണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ച റെയ്മണ്ടിന് അരിസോണയിലെ പരിചരണ കേന്ദ്രത്തിൽ വെച്ച് ഫാദർ എഡ്സൺ എലിസാർഡസ് ആണ് ജ്ഞാനസ്നാനവും സ്ഥൈര്യലേപനവും നൽകിയത്. ചടങ്ങിൽ കുടുംബാംഗങ്ങളും പരിചാരകരും സാക്ഷികളായി. ജ്ഞാനസ്നാന സ്വീകരണത്തിന് ശേഷം സന്തോഷാശ്രുക്കളോടെയാണ് റെയ്മണ്ട് വിശുദ്ധ കുർബാന സ്വീകരിച്ചത്. വിശുദ്ധ ക്രിസ്റ്റഫറിനെ തന്റെ മധ്യസ്ഥനായി സ്വീകരിച്ച റെയ്മണ്ടിന് വിശുദ്ധ കുർബാന വീട്ടിലെത്തിച്ചു നൽകുവാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ദൈവകൃപയും വയലിൽ ഒളിഞ്ഞിരുന്ന നിധി പോലുള്ള ക്രൈസ്തവ വിശ്വാസവും 98-ാം വയസ്സിൽ കണ്ടെത്തിയ സന്തോഷത്തിലാണ് ഈ വൃദ്ധനായ യോദ്ധാവ്. ദൈവവിളി സ്വീകരിക്കാൻ പ്രായമൊരു തടസ്സമല്ലെന്ന് തെളിയിക്കുന്ന റെയ്മണ്ടിന്റെ ആത്മീയ യാത്ര വലിയൊരു സാക്ഷ്യമായി മാറുകയാണ്. ദൈവത്തെ കണ്ടെത്താൻ കഴിയുന്ന ഈ സമയം തന്നെ അവിടുത്തെ അന്വേഷിക്കാൻ നമ്മെ പ്രചോദിപ്പിക്കുന്ന ഒരു ജീവിതമാണ് റെയ്മണ്ടിൻ്റെത്. യുദ്ധഭൂമിയിൽ എന്നും വില്ലാളി വീരനായി ശോഭിച്ച അദ്ദേഹം ഇപ്പോഴിതാ ജീവിത സായാഹ്നത്തിൽ വിശ്വാസ വീരനായി മാറിയിരിക്കുന്നു. ജീവിതത്തിന്റെ അവസാന നിമിഷത്തിൽ പോലും ദൈവസ്നേഹത്തിലേക്ക് കടന്നു വരാൻ കഴിയുമെന്ന പാഠം നൽകുന്ന അദ്ദേഹത്തിന്റെ ദൈവവിളി നമുക്ക് പുതിയൊരു ഉണർത്തുപാട്ടായി മാറട്ടെ. ഇനി നമുക്ക് വത്തിക്കാൻ ഡയറിയുടെ പേജുകൾ തുറക്കാം. പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാം. വത്തിക്കാൻ ഡയറിയിലേക്ക് സ്വാഗതം. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വത്തിക്കാൻ വീണ്ടും തിരക്കിലേക്ക്. കാരണം മറ്റൊന്നുമല്ല, അവധിക്കാലം ആഘോഷിച്ചതിന് ശേഷം ലയോ 14 പാപ്പ കാസിൽ ഗുണ്ടോൾഫിൽ നിന്ന് വത്തിക്കാനിലേക്ക് തിരികെ എത്തിയിരിക്കുന്നു.
ജൂലൈ മാസം 5-ാം തീയതി മുതൽ 27-ാം തീയതി വരെയായിരുന്നു പാപ്പയുടെ അവധിക്കാലം. വത്തിക്കാനിലേക്ക് മടങ്ങുന്നതിന് മുമ്പായി ഏതാനും കുട്ടികളെ പാപ്പ ആശീർവദിക്കുകയും ആളുകളെ അഭിവാദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. മാർപ്പാപ്പമാരുടെ ചരിത്രത്തിലുടനീളം കാണുന്ന പതിവാണ് വേനൽക്കാല വിശ്രമത്തിനായി കാസിൽ ഗൊണ്ടോൽഫയിലേക്കുള്ള യാത്ര. യുഎന്നിലേക്കുള്ള വത്തിക്കാന്റെ സ്ഥിരം നിരീക്ഷകനായി ആർച്ച് ബിഷപ്പ് ക്രിസ്റ്റഫെ സാക്കിയ കാസിസിനെ ലയോ 14 പാപ്പ നിയമിച്ചു. ലെബനോൻ സ്വദേശിയാണ് ആർച്ച് ബിഷപ്പ് ക്രിസ്റ്റഫെ. ഐക്യരാഷ്ട്രസഭയിലെ പൂർണ്ണ അംഗമല്ലെങ്കിലും സ്ഥിരം നിരീക്ഷക പദവി വഹിക്കുന്ന രാജ്യമാണ് വത്തിക്കാൻ. സ്ഥിരം നിരീക്ഷകർക്ക് മിക്ക യോഗങ്ങളിലും പ്രസക്തമായ രേഖകളിലും പ്രാതിനിധ്യമുണ്ടാകാറുണ്ട്. ക്രൈസ്തവരും കൺഫ്യൂഷനിസുമായുള്ള ആദ്യത്തെ സമ്മേളനത്തിന് വത്തിക്കാൻ തുടക്കം കുറിക്കുന്നു. ഓഗസ്റ്റ് 4-5 തീയതികളിലായി സൗത്ത് കൊറിയയിലെ സിയൂളിലാണ് സമ്മേളനം നടക്കുന്നത്. ഡിക്കാസ്ട്രി ഫോർ ഇന്റർ റിലീജിയസ് ഡയലോഗ് നേതൃത്വം നൽകുന്ന സമ്മേളനത്തിൽ മലയാളിയും മതാന്തര സംഭാഷണത്തിനായുള്ള ഡിക്കാസ്ട്രിയുടെ പ്രിഫക്റ്റുമായ കർദിനാൾ മാർ ജോർജ് കൂവക്കാട് പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു ആദർശ സമൂഹത്തിന് ക്രിസ്തുമതത്തിൻ്റെയും കൺഫ്യൂഷനിസത്തിൻ്റെയും സംഭാവനയെക്കുറിച്ചുള്ള സംഭാഷണം, പുതിയ സ്വർഗം, പുതിയ ഭൂമി, മഹത്തായ ഐക്യമെന്നതാണ് സമ്മേളനത്തിൻ്റെ വിഷയം. 2025 വേൾഡ് റിലീജിയൻ ഡാറ്റാബേസ് അനുസരിച്ച് 8.75 മില്യൺ കൺഫ്യൂഷൻസ് ലോകത്തിലുണ്ട്. അതിലേറ്റവും കൂടുതലുള്ളത് സൗത്ത് കൊറിയയിലാണ്. ഇറ്റലിയിലെ വൈദികരുമായുള്ള ലയോ 14 പാപ്പയുടെ കൂടിക്കാഴ്ചയ്ക്കുള്ള ക്രമീകരണങ്ങൾ നടന്നുവരുന്നു. ഇറ്റലിയിലെ വിവിധ രൂപതകളിലെ വൈദികരുമായിട്ടാണ് പാപ്പയുടെ കണ്ടുമുട്ടൽ. ഈ വർഷം ഡിസംബർ 12-നായിരിക്കും കൂടിക്കാഴ്ചയെന്ന് ഇറ്റലിയിലെ മെത്രാൻ സമിതി അധ്യക്ഷൻ കർദിനാൾ മറ്റയോ സുപ്പി അറിയിച്ചു. ഭാവിയെ സൃഷ്ടിക്കുന്ന വിശ്വസ്തത എന്ന അപ്പസ്തോലിക ലേഖനത്തിന്റെ 1-ാം പ്രസിദ്ധീകരണ വർഷവുമായി ബന്ധപ്പെട്ടാണ് പാപ്പ വൈദികരുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. ജൂലൈ 29-ാം തീയതി കാസിൽ ഗൊണ്ടോൽഫിയിൽ ആൻഡ്രിയോ ബാച്ചലി ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഗാനമേളയിൽ ലയോ 14 പാപ്പ പങ്കെടുത്തു. ആൻഡ്രിയോ ബാച്ചലിയും ഉഗാണ്ട, വിശുദ്ധനാട്, ഇറ്റലി എന്നിവിടങ്ങളിൽ നിന്നുള്ള ബാലഗായകരുമാണ് ഗാനമേളയ്ക്ക് അണിനിരുന്നത്. സമാധാനത്തിന്റെ ഗീതം എന്ന പേരിലാണ് പ്രോഗ്രാം നടന്നത്. സംഗീതം നമ്മെ പുതിയ ചക്രവാളങ്ങളിലേക്ക് നയിക്കുന്ന സൗന്ദര്യത്തിന്റെ അനുഭവമാണ് സമ്മാനിക്കുന്നതെന്ന് പാപ്പ ചടങ്ങിൽ പറഞ്ഞു. മനുഷ്യൻ അന്വേഷിക്കുന്ന യഥാർത്ഥ സമാധാനം നൽകാൻ കഴിയുന്നത് ദൈവത്തിന് മാത്രമാണെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. രൂപാന്തരീകരണ തിരുനാൾ ദിനമായ ഓഗസ്റ്റ് 6-ാം തീയതി ലയോ 14 പാപ്പ അസീസി സന്ദർശിക്കും. ഗോ ഫ്രാൻസിസ്കൻ യൂത്ത് മീറ്റിംഗിനോട് അനുബന്ധിച്ചാണ് പാപ്പ അസീസിയിലെത്തുന്നതും യുവജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നതും. ഓഗസ്റ്റ് 6-ാം തീയതി രാവിലെ 8 മണിയാകുമ്പോൾ പാപ്പ ഹെലികോപ്റ്ററിൽ അസീസിയിലേക്ക് പുറപ്പെടും. 8:30 അസീസിയിൽ എത്തിച്ചേരുന്ന പാപ്പയെ അസീസി ആർച്ച് ബിഷപ്പും ഇറ്റലിയിലെ അധികാരികളും ചേർന്ന് സ്വീകരിക്കും. സെന്റ് മേരി ഓഫ് ദി ഏഞ്ചൽസ് ബസിലിക്കയിൽ പാപ്പ രാവിലെ 10:30 വിശുദ്ധ കുർബാന അർപ്പിക്കും. ഉച്ചയ്ക്ക് 12:15 മടക്കയാത്ര നടത്തുന്ന പാപ്പ 12:45 വത്തിക്കാനിൽ തിരികെ എത്തും. ഇതിനു പുറമെ പാപ്പയുടെ ഓഗസ്റ്റ് മാസത്തിലെ മറ്റ് പ്രധാനപ്പെട്ട പ്രോഗ്രാമുകളെ കുറിച്ചുള്ള വിവരങ്ങളും വത്തിക്കാൻ പുറത്തുവിട്ടിട്ടുണ്ട്. അതനുസരിച്ച് പരിശുദ്ധമ്മയുടെ സ്വർഗാരോഹണ തിരുനാൾ ദിനമായ ഓഗസ്റ്റ് 15 കാസിൽ ഗൊണ്ടോൽഫയിലെ സെന്റ് തോമസ് ഓഫ് വില്ലനോവ പൊന്തിഫിക്കൽ പാരിഷിൽ രാവിലെ 10 മണിക്ക് പാപ്പ വിശുദ്ധ കുർബാന അർപ്പിക്കും. ഓഗസ്റ്റ് 22 പാപ്പ റിമിനിയിലേക്ക് പാസ്റ്ററൽ സന്ദർശനം നടത്തുകയും സിറ്റി പോർട്ടിക്കൽ വൈകുന്നേരം 6:30 വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്യും. കാസിൽ ഗൊണ്ടോൽഫയിലെ ആർ ലേഡി ഓഫ് ദി ലേക്ക് ദേവാലയത്തിൽ ഓഗസ്റ്റ് 29 പാപ്പ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും വൈകുന്നേരം 6 മണിക്കുള്ള പ്രദക്ഷിണത്തിന് നേതൃത്വം വഹിക്കുകയും ചെയ്യും. അമേരിക്കയോടുള്ള തന്റെ സ്നേഹവും അടുപ്പവും പരസ്യമായി പ്രകടിപ്പിച്ചുകൊണ്ട് ലയോ 14 പാപ്പ ജൂലൈ 29 കാസിൽ ഗൊണ്ടോൽഫിയിൽ നടന്ന സംഗീത പരിപാടിക്ക് ശേഷം NBC ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് പാപ്പ മനസ്സ് തുറന്നത്. അമേരിക്കയെ ഞാൻ ഇപ്പോഴും സ്നേഹിക്കുന്നു, പാപ്പ പറഞ്ഞു. അമേരിക്ക നൽകുന്ന സ്വാതന്ത്ര്യവും ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് നൽകുന്ന സ്വാഗതവുമാണ് അമേരിക്കയെ താൻ കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണമെന്ന് പാപ്പ വ്യക്തമാക്കി. എന്നാൽ താൻ അമേരിക്കയിൽ നിന്നുള്ളയാളാണ് എന്നതിനുപരി ആഗോള സഭയുടെ ശുശ്രൂഷകനാണെന്ന യാഥാർത്ഥ്യവും പാപ്പ എടുത്തു കാണിച്ചു. അമേരിക്കക്കാരനാണെന്നതിലുപരി പാപ്പ എന്ന നിലയിൽ സ്വയം കാണാനാണ് താൻ ഇഷ്ടപ്പെടുന്നത്. അതൊരിക്കലും ജന്മനാടിനോടുള്ള ബന്ധത്തെ കുറച്ചു കാണിക്കുന്നില്ല. ആഗോള സഭയുടെ ഇടയനെന്ന വിളിയും നിയോഗവുമാണ് താൻ എടുത്തു കാണിക്കുന്നതെന്നും പാപ്പ വ്യക്തമാക്കി. ലയോ 14 പാപ്പയുടെ ഓഗസ്റ്റ് മാസത്തിലെ പ്രത്യേക പ്രാർത്ഥനാ നിയോഗം പ്രസിദ്ധീകരിച്ചു. നഗരങ്ങളിലെ സുവിശേഷവൽക്കരണത്തിന് വേണ്ടിയുള്ളതാണ് പാപ്പയുടെ പ്രാർത്ഥനാ നിയോഗം.
ലോക ജനസംഖ്യയുടെ 45% നഗരങ്ങളിൽ താമസിക്കുന്ന സാഹചര്യത്തിൽ പലയിടങ്ങളിലും നഗരവൽക്കരണത്തിന് വിധേയരായി അവർ അറിയപ്പെടാതെ പോവുകയും ഒറ്റപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് എല്ലാവരിലേക്കും തുറന്നതും മറ്റുള്ളവർക്ക് സ്വാഗതം നേരുന്നതുമായ സമൂഹങ്ങൾ കെട്ടിപ്പടുക്കുവാനുള്ള ആഹ്വാനവുമായി ഇങ്ങനെയൊരു പ്രത്യേക വിഷയം പാപ്പ തിരഞ്ഞെടുത്തിരിക്കുന്നത്. Lord, may our urban communities be open and welcoming homes, places where hope is shared, where no one feels invisible, and where the joy of your gospel shines in the hidden lives of so many brothers and sisters. Make us your witnesses in the city, bold and creative missionaries who proclaim your love with their lives, a love capable of overcoming haste, noise, and anonymity. Amen. വത്തിക്കാന്റെ ആസ്തി വർദ്ധിച്ചതായി റിപ്പോർട്ട്. 2025 കണക്ക് പ്രകാരം $3 ബില്യൺ വർദ്ധിച്ചിരിക്കുന്നത്. പാട്രിമോണി ഓഫ് ദി അപ്പസ്തോലിക് സീ APSA ഭരണസമിതി പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. 2024 അപേക്ഷിച്ച് ലാഭത്തിൽ $102 ദശലക്ഷം വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് വത്തിക്കാനിൽ. കൈവശമുള്ള സ്വർണത്തിന്റെ മൂല്യനിർണ്ണയത്തിലെ മാറ്റം, റിയൽ എസ്റ്റേറ്റ് മൂല്യത്തിലുണ്ടായ വർധനവ്, സാമ്പത്തിക നിക്ഷേപങ്ങൾ എന്നിവയാണ് വത്തിക്കാന് ലാഭം നേടിക്കൊടുത്തത്. എന്നാൽ ഈ സാഹചര്യം ആവർത്തിക്കപ്പെടണമെന്നില്ലെന്നും വാർഷിക ലാഭം ഉണ്ടാക്കുക എന്നതല്ല ASPAയുടെ ലക്ഷ്യമെന്നും മറിച്ച് തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ആസ്തിവകകൾ സംരക്ഷിക്കുകയും ശക്തിപ്പെടുത്തുകയും മാത്രമാണെന്നും പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് ജിയോദാനോ പിച്ചിനോത്തി വ്യക്തമാക്കി. വത്തിക്കാൻ സിറ്റി സ്റ്റേറ്റിന് പുതിയ ഭരണഘടന നിലവിൽ വന്നു. ഇതനുസരിച്ച് വത്തിക്കാൻ സിറ്റി സ്റ്റേറ്റിന്റെ ഭരണത്തലവന്മാരായി കർദിനൽമാർ അല്ലാത്തവർക്കും പ്രവർത്തിക്കാം. പുതിയ ഭരണഘടനയ്ക്ക് ലയോ പതിനാലാമൻ പാപ്പ അംഗീകാരം നൽകി. പരമാധികാര രാഷ്ട്രത്തിന്മേലുള്ള മാർപ്പാപ്പയുടെ അധികാരത്തിന് ഊന്നൽ നൽകിയിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ 2023 കൊണ്ടുവന്ന ഭരണഘടനയ്ക്ക് പകരമായാണ് ഈ പുതിയ നിയമങ്ങൾ നിലവിൽ വരുന്നത്. സമീപകാലത്തുണ്ടായ ഭരണപരവും നിയന്ത്രണപരവുമായ മാറ്റങ്ങൾ കണക്കിലെടുത്താണ് പുതിയ നിയമം തയ്യാറാക്കിയതെന്ന് വത്തിക്കാൻ വിശദീകരിച്ചു. ഓഗസ്റ്റ് 2 സമാപിച്ച പെറുവിലെ യുവജനങ്ങൾക്കായുള്ള ദേശീയ സംഗമത്തിന് ലയോ പതിനാലാമൻ പാപ്പ സന്ദേശം നൽകി. ധൈര്യമായിരിക്കുക, ക്രിസ്തു ജീവിക്കുന്നു എന്ന ആപ്തവാക്യത്തിലൂന്നിയുള്ള സംഗമത്തിന് അതനുസരിച്ചുള്ള സന്ദേശമാണ് പാപ്പ നൽകിയത്. ധൈര്യമുള്ളവരായിരിക്കാനും സഹോദരീ സഹോദരന്മാർ എന്ന നിലയിൽ സമൂഹത്തിന്റെ ഭാഗമാകാനും ആധികാരികവും സൗഹൃദപരവുമായ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുവാനും ക്രിസ്തുവിൽ ഐക്യത്തോടെ ജീവിക്കാനും കഴിയണമെന്ന് പാപ്പ സന്ദേശത്തിൽ ആഹ്വാനം ചെയ്തു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സഭയുടെയും വിശ്വാസ ജീവിതത്തിന്റെയും പ്രത്യാശയുടെ സാക്ഷ്യങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അന്ധകാരത്തിൽ കഴിഞ്ഞ ജനത ഒരു പ്രകാശം ഉദയം ചെയ്തിരിക്കുന്നത് കണ്ടതുപോലെ സഭയ്ക്കെതിരെ ഉയരുന്ന എല്ലാ വിധ്വംസക പ്രവർത്തനങ്ങൾക്കിടയിലും ക്രൈസ്തവ വിശ്വാസത്തിന്റെ അണയാത്ത ജ്വാല ദർശിക്കാൻ നമുക്ക് സാധിക്കട്ടെ.